ഹോ, സമാധാനായി. എന്താ നാത്തൂനെ, എന്താ കാര്യം? ഞാനന്ന് ജാനകിയമ്മയോട് സംസാരിച്ചതിന് പ്രയോജനമുണ്ടായി. ഗംഗയ്ക്ക് ഒരു പയ്യനെ അവര് കണ്ടെത്തി. സത്യമാണോ ആന്റി? അതെ, മറ്റന്നാള് പയ്യനുമായിട്ട് ഇങ്ങോട്ട് പെണ്ണ് കാണാൻ വരുന്നു പറയാനാ അവര് വിളിച്ചത്. ആ തള്ള ജീവിതത്തിൽ ആദ്യമായി ഒരു നല്ല കാര്യം ചെയ്തു. ഈ കാര്യം ഗംഗയോട് പറയാൻ ജാനകിയമ്മ എന്നെ ഏൽപ്പിച്ചിരിക്കുന്നെ. എങ്കി പിന്നെ എന്തിനാ താമസിപ്പിക്കുന്നെ? ഇപ്പൊ തന്നെ വിളിച്ച് കാര്യം പറ. അതെ അതെ, സന്തോഷം കൊണ്ട് എന്താ ചെയ്യേണ്ടെന്ന് പോലും എനിക്ക് അറിയില്ല. ഞാൻ അവളെ വിളിക്കാം. ഗംഗ, ഗംഗ, ഒന്നിങ്ങ് വേഗം വന്നേ. സത്യം, നിന്റെ കല്യാണം ഉറപ്പിച്ചപ്പോ പോലും എനിക്ക് ഇത്ര സന്തോഷം തോന്നിയില്ല. നാത്തു വേഗം അവളെ വിളിക്ക്. അല്ലെങ്കിൽ വേണ്ട, ഞാൻ തന്നെ വിളിക്കാം. ഗംഗ, ഗംഗേ. എന്താ ആന്റി? എനിക്കല്ല, നാത്തൂനാ നിന്നോട് സംസാരിക്കേണ്ടത്. അതെ ഗംഗെ, നിന്റെ മുത്തശ്ശി വിളിച്ചിരുന്നു. മുത്തശ്ശിയോ? അതെ, നിന്നോടൊരു കാര്യം പറയാൻ എന്നെ ഏൽപ്പിച്ചിരിക്കുന്നെ. എന്താ കാര്യം? നിന്റെ വിവാഹം ജാനകിയമ്മ നിശ്ചയിച്ചു. വിവാഹോ? അതെ, നിന്നെ കാണാനുള്ള ചെറുക്കനെയും കൊണ്ട് മറ്റന്നാ മുത്തശ്ശി ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന്. ചെറുക്കനോ? ആരാ? ആരുടെ കാര്യം പറയുന്നത്? നിന്നെ കെട്ടാൻ പോകുന്ന പയ്യന്റെ കാര്യം പറയുന്നത്. ആരാ എന്താന്നൊന്നും എനിക്കറിഞ്ഞൂടാ. ഏതായാലും നിനക്ക് വേണ്ടി ജാനകിയമ്മ കണ്ടെത്തിയ ആളല്ലേ, മോശാവില്ല. എന്തു മോശം? ഇനിയിപ്പൊ അല്പം മോശമായാലും എന്തു പറയാനാ? ഇവളുടെ യോഗ്യതയ്ക്ക് അനുസരിച്ചുള്ള ചെറുക്കനല്ലേ കിട്ടൂ. അങ്ങനെയൊന്നുമില്ല. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇത് ഗംഗയുടെ മഹാഭാഗ്യമാണ്. നല്ല സ്നേഹമുള്ള വീട്ടിലേക്കാ ഗംഗ ചെല്ലാൻ പോകുന്നത്. ആരാ ശ്രീ മഹേശ്വരാത്? എത്ര നല്ല ചെറുക്കനായാലും എനിക്കത് വേണ്ട. എന്റെ മനസ്സിലെ മഹിയേട്ടന്റെ സ്ഥാനം മറ്റാർക്കും കൊടുക്കാൻ എനിക്കാവില്ല. എല്ലാം അറിഞ്ഞു വെച്ച് എന്തിനാ ശ്രീ മഹേശ്വര എന്നെ പരീക്ഷിക്കുന്നത്? കണ്ടോ, ഇപ്പോഴേ ഗംഗ സ്വപ്നം കണ്ട് തുടങ്ങി. അത് പിന്നെ വിവാഹം എന്ന് പറയുമ്പോ ഏത് പെൺകുട്ടിയാ കുറച്ച് സ്വപ്നങ്ങളൊക്കെ കാണാത്തത്? അവരെത്തുമ്പോ നീ നല്ല മിടുക്കിയായി ഒരുങ്ങി നിൽക്കണം. ശരി. എന്താ ഗംഗെ, നിനക്കെന്തെങ്കിലും പ്രശ്നമുണ്ടോ? അത് ഞാൻ... എന്തു പ്രശ്നം? ഇത് നാണത്തിന്റെയാ, അല്ലാതെ വേറൊന്നുമല്ല. എങ്കിൽ നീ ചെല്ല്. ഇനി കൂടുതൽ എന്തെങ്കിലും അറിയണമെങ്കിൽ ചെന്ന് മുത്തശ്ശി വിളിച്ചു ചോദിക്കേ. സമാധാനമായി. അങ്ങനെ വലിയൊരു പ്രശ്നത്തിന് പരിഹാരമായി. അതെ അതെ, ഈ വിവാഹത്തോടെ നമ്മുടെ ഒരു വലിയ പ്രശ്നം അവസാനിച്ചു കിട്ടും. ഇതിലെന്തോ ചതിയുണ്ട്. പാവം ഗംഗ, അവക്ക് ഈ വിവാഹത്തിനോട് തീരെ താല്പര്യമില്ല. എങ്ങനെയും ഗംഗയെ സഹായിക്കണം. ഗോകുലിന് വേണ്ടത് മാളൂനെയാണ്. അവന്റെ പെങ്ങളുടെ കുഞ്ഞല്ലേ. പെങ്ങള് നഷ്ടമായി. ഇനി കുഞ്ഞിനെങ്കിലും വേണോന്ന് ആഗ്രഹിക്കുന്നതില് തെറ്റില്ലല്ലോ. അതെ, പക്ഷേ മഹിയേട്ടൻ മാളൂനെ വിട്ടുകൊടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മാളൂവിനോടുള്ള സ്നേഹക്കൂടുതൽ കൊണ്ടൊന്നും ആവില്ല. മാളൂവിന് കിട്ടാൻ പോകുന്ന കോടികളുടെ സ്വത്താവും അയാളുടെ ലക്ഷ്യം. അവരുടെ ലക്ഷ്യം എന്തു ആവട്ടെ, ഇതിൽ നിന്ന് നമുക്കെന്ത് ലാഭം ഉണ്ടാക്കാന്ന് വേണം നമ്മൾ ചിന്തിക്കാൻ. ആ, അത് ശരിയാ. നമ്മുടെ അമ്മയായിട്ടോ നമുക്കൊന്നും ചെയ്തു തരില്ല. അമ്മയ്ക്ക് നമ്മളെക്കാൾ താല്പര്യം മഹിയേട്ടനോടല്ലേ.
അതെ, നീ പറഞ്ഞത് തന്നെയാണ് എന്റെയും ചിന്ത. അങ്ങനെയാണെങ്കിൽ മറ്റൊരു കാര്യം കൂടിയുണ്ട്. എന്ത് കാര്യം? മാളു ഈ വീട്ടിൽ നിന്ന് പോകുന്നതോടെ ഏറ്റവും സന്തോഷിക്കുന്നത് ആരായിരിക്കും? ഓ അങ്ങനെ. നിങ്ങൾ എന്തൊക്കെയായി പറയുന്നേ? ഒന്ന് തെളിച്ചു പറ. മാളു ഈ വീട്ടിൽ നിന്ന് പോണോന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ശ്രേയയാണ്. അപ്പോ ശ്രേയയോട് കുഞ്ഞിനെ ഒഴിവാക്കി കൊടുക്കുന്നതിന് ഒരു വലിയ തുക നമുക്ക് ആവശ്യപ്പെടണം. ആളിയാൻ കിടിലം. ആ അത് ശരിയാണല്ലോ. ഞാൻ അത്രയ്ക്ക് അങ്ങോട്ട് ചിന്തിച്ചില്ല. ആ അല്ലെങ്കിലും ആവശ്യമുള്ള കാര്യങ്ങൾ നിനക്ക് മനസ്സിലാവില്ലല്ലോ. ദേ അജിത്തേട്ടാ, വെറുതെ. ഓ ഒന്ന് നിർത്ത്. നിങ്ങളുടെ വഴക്കൊക്കെ പിന്നെ ആവാം. ഇതേ ദൈവമായിട്ട് നമുക്ക് തന്നൊരു അവസരം. മാക്സിമം മുതലെടുക്കാൻ നോക്കണം. അതെ, ഇവിടെ നിന്ന് കുഞ്ഞിനെ ഒഴിവാക്കുന്നതിന് ശ്രേയയുടെ കയ്യിൽ നിന്നും എത്തിച്ചു കൊടുക്കുന്നതിന് ഗോകുലിന്റെ കയ്യിൽ നിന്നും ഒരേ സമയം കാശ് വാങ്ങണം. ആ ഇതൊക്കെ നടക്കുവോ? നടത്തണം. എല്ലാം പെട്ടെന്ന് വേണം. ഗംഗയുടെ വിവാഹം കഴിയുന്നതിന് മുമ്പ് വേണം ശ്രേയയുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിയെടുക്കാൻ. അല്ലെങ്കിൽ പിന്നെ അവളുടെ കയ്യിൽ നിന്ന് ഒന്നും പ്രതീക്ഷിക്കണ്ട. ഈ ഗോകുലിനെ നമുക്ക് വിശ്വസിക്കാമോ? അവന്റെ സ്വഭാവം എങ്ങനെയാ? ആദ്യം നമുക്ക് വേണ്ടത് പണമാണ്. മാളുവിനെ കൊണ്ട് അവൻ നേടുന്നതിന്റെ പകുതിയെങ്കിലും നമുക്ക് നേടണം. കേൾക്കാൻ നല്ല സുഖമുണ്ട്. പക്ഷേ എത്രമാത്രം പ്രാവർത്തികമാവുന്ന സംശയം. മനസ്സ് വെച്ചാൽ എല്ലാം നടക്കും. ഇത്രയും നാളെ അഭയാർത്ഥികളെ പോലെ ഇവിടെ കഴിഞ്ഞു. ഇനിയെങ്കിലും നമുക്ക് സ്വന്തമായിട്ടൊരു നിലനിൽപ്പ് വേണം. അതിന് പണം കൂടിയേ തീരൂ. അതെ, കൈലാസത്തിൽ ദേവയാനിയുടെ മക്കളെന്ന പേരല്ലാതെ എന്താ നിങ്ങൾക്കുള്ളത്? ഈ വീട്ടിൽ സീമയ്ക്കുള്ള സ്ഥാനമേ നിങ്ങൾക്കുള്ളൂ. എന്നെ ഇങ്ങനെ നോക്കി പേടിപ്പിക്കുകയൊന്നും വേണ്ട. ഞാൻ പറഞ്ഞാൽ എന്താ തെറ്റ്? ഇനി ആ മണ്ടത്തരം രാഹുൽ കാണിക്കില്ല. കൂടെ നിന്നാ നിങ്ങൾക്കും പ്രയോജനം ഉണ്ടാവും. നിന്റെ ആങ്ങളെ നമുക്ക് വിശ്വസിക്കാമോ? അതെന്താ നിങ്ങൾ അങ്ങനെ പറയുന്നേ? അല്ല, കാശ് കയ്യിൽ വന്നു കഴിയുമ്പോ ഇവൻ നമ്മളെ ചതിക്കുമോന്ന് എനിക്കൊരു സംശയം. അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല. ഞങ്ങളുടെ രണ്ടുപേരുടെ ഞരമ്പുകളിൽ ഓടുന്നത് ഒരേ ചോരയാ. അതിന്റെ വില കളയില്ല. പിന്നെ ചതിച്ചാൽ എന്താ വേണ്ടതെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അതോർത്ത് അജിത്തേട്ടൻ ടെൻഷൻ അടിക്കണ്ട. അത് മതി. കാശിന്റെയും സ്വത്തിന്റെയും കാര്യം വരുമ്പോ രക്തം പച്ചവെള്ളത്തിനും സമമാവും. അതുകൊണ്ട് ചോദിച്ചെന്നേ ഉള്ളൂ. വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടന്നാൽ ഞാനൊരു വിലസും. കാശ് കയ്യിൽ വന്നിട്ട് വേണം ഒരു സിനിമ സ്വന്തമായി പ്രൊഡ്യൂസ് ചെയ്ത് ഡയറക്റ്റ് ചെയ്യാൻ. എന്താ എന്റെ മാളുക്കുട്ടിയുടെ മുഖത്തൊരു ഗൗരവം? മഹി എന്നോട് മിണ്ടണ്ട. ഞാൻ മഹിയോട് പിണക്കുവാ. അയ്യോ, അങ്ങനെ പറഞ്ഞ അച്ഛന്റെ വിഷമാവേ. മഹിക്ക് വിഷമായ എനിക്കെന്താ? എനിക്ക് വിഷമായിട്ട് അത് മഹി നോക്കിയില്ലല്ലോ. മാളുവിന് വിഷമോ? ആരാ എന്റെ മാളുവിനെ വിഷമിപ്പിച്ചേ? മഹി എന്തോന്നും അറിയാത്ത പോലെ. ഗംഗയെ കല്യാണം കഴിക്കാൻ ആരോ വരുന്ന കാര്യം മഹി അറിഞ്ഞില്ലേ? അതൊക്കെ അറിഞ്ഞു. അതൊരു നല്ല കാര്യമല്ലേ? അല്ല, നല്ല കാര്യം അല്ല. അതെന്താ മോളെ? എങ്ങനെ നമുക്ക് കല്യാണം കഴിപ്പിച്ച് അയക്കണ്ടേ? വേണ്ടെന്ന് പറഞ്ഞില്ലേ? കല്യാണം കഴിച്ച ഗംഗ എവിടെന്ന് പോവും. അതെനിക്ക് ഇഷ്ടമല്ല. കല്യാണം കഴിഞ്ഞു പോയാലും എന്റെ മാളുവിനെ കാണാൻ വരുമല്ലോ. പിന്നെന്താ പ്രശ്നം? അത് വേണ്ട. ഗംഗ എവിടെന്ന് പോണ്ട. അത് പറഞ്ഞാൽ എങ്ങനെയാ മാളു? അത് തീരുമാനിക്കേണ്ടത് ഗംഗയുടെ മുത്തശ്ശിയല്ലേ? മുത്തശ്ശി മഹി പറഞ്ഞ കേക്കും. ഇല്ല മാളു, മഹി പറഞ്ഞാലും മുത്തശ്ശി ഗംഗയുടെ വിവാഹം നടത്തും. മഹി നുണ പറയാ. ഗംഗയെ കൊണ്ടുപോവാൻ മുത്തശ്ശി വന്നിട്ട്
മഹി പറഞ്ഞോണ്ടല്ലേ ഗംഗ ഇവിടെ നിർത്തിയത്. ആ, അതാ ഞാനും പറഞ്ഞത്. മഹി പറഞ്ഞ മുത്തശ്ശി അനുസരിക്കും. അതുപോലെയാണോ മോളെ ഇത്? പെൺകുട്ടികൾ വലുതായ വിവാഹം കഴിച്ചു വിടണ്ടേ? അത് വേണ്ടെന്ന് നമ്മൾ എങ്ങനെ പറയും? കല്യാണമല്ലേ, അത് മഹി ഗംഗ കല്യാണം കഴിച്ചാ പോരെ? അതെങ്ങനെയാ മോളെ? നമ്മുടെ ഗംഗ പാവമല്ലേ? അപ്പോ നല്ലൊരു ചെറുക്കനെ കൊണ്ട് വേണ്ടേ ഗംഗയെ കല്യാണം കഴിപ്പിക്കാൻ? അതിനെന്താ, എനിക്കറിയാം ഗംഗയ്ക്ക് ഏറ്റവും ഇഷ്ടം മഹിയാണ്. പിന്നെന്താ മഹിക്ക് ഗംഗയെ കല്യാണം കഴിച്ചാ? അതൊന്നും ശരിയാവില്ല മോളെ. അതെന്താ? മഹി ശ്രേയെ കല്യാണം കഴിക്കാൻ പോയതല്ലേ? ശ്രേയേക്കാൾ എത്രയോ നല്ലതാ ഗംഗ. പിന്നെന്താ? അല്ലെങ്കിൽ മഹി പറഞ്ഞത് ശ്രേയെ കല്യാണം കഴിക്കുന്നത് എനിക്ക് വേണ്ടിയാണെന്നല്ലേ? എനിക്ക് വേണ്ടത് ശ്രേയയല്ല, ഗംഗയാണ്. ഗംഗ എന്റെ അമ്മ. മഹി പ്ലീസ്, ഗംഗ എന്റെ അടുത്ത് നിന്ന് എങ്ങോട്ടും വിടല്ലേ. മോള് വിഷമിക്കാതെ. ഗംഗ മോളുടെ അടുത്തുനിന്ന് ഒരിടത്തേക്കും എടാ, ഇക്കാര്യത്തിൽ നീ എന്തിനത്ര ടെൻഷൻ ആവുന്നേ? പിന്നെ ഞാൻ എന്ത് വേണമെന്നാ നീ പറയുന്നേ? ഗംഗയെ മറ്റൊരാൾ വിവാഹം കഴിക്കാൻ മാളു സമ്മതിക്കില്ല. എന്തിനാ ഗംഗയെ മറ്റൊരാൾ വിവാഹം കഴിക്കുന്നേ? നിനക്ക് തന്നെ ചെയ്തൂടെ? നീ എന്തൊക്കെയാ പറയുന്നേ? ഗംഗയുടെ സഹോദരന്റെ സ്ഥാനത്ത് നിന്ന് വിവാഹം നടത്തി കൊടുക്കേണ്ട ആളാ ഞാൻ. അവളെ ഞാൻ എങ്ങനെ? പിന്നെ സഹോദരൻ, നീ ഒന്ന് പോയാടുന്നു. എടാ, നീയും ഗംഗയാ ചേരേണ്ടത്. അതുകൊണ്ടാ നിന്റെ ഈ ശ്രേയുടെയും വിവാഹം മുഹൂർത്തത്തിൽ മുടങ്ങിയത്. എടാ, പക്ഷെ ഞാൻ എങ്ങനെ? എടാ, ആ കൊച്ചു കുഞ്ഞിന്റെ ബുദ്ധി പോലും നിനക്കില്ലേ മഹി? നിനക്ക് വേണ്ടത് മാളുവിനൊരു അമ്മയാണ്, അത് ഗംഗയാ. നീ പറയുന്നത് ശരിയാ. എന്റെ മോളെ ഗംഗയെ പോലെ നോക്കാൻ ആരെക്കൊണ്ട് സാധിക്കില്ല. പക്ഷെ അതിന്റെ പേരിൽ അവളുടെ ജീവിതം ഞാൻ നശിപ്പിക്കണോ? എടാ, നീ അവളെ വിവാഹം കഴിക്കുന്നതോടെ അവളുടെ ജീവിതം നശിപ്പിക്കുകയല്ല, മറിച്ച് അവൾക്കൊരു ജീവിതം കൊടുക്കാ ചെയ്യുന്നേ. അല്ല, അവൾക്ക് എത്രയോ നല്ല ജീവിതം കിട്ടും. എന്റെ കുഞ്ഞിന്റെ അമ്മയായി കൈലാസത്തിൽ ഒതുങ്ങേണ്ട ജീവിതമല്ല അവളുടേത്. എടാ, അതാണ് ഗംഗ ആഗ്രഹിക്കുന്നെങ്കിലോ? അതേ മഹി, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നീയും നിന്റെ മോളുവാ ഗംഗയുടെ ലോകം. അതാ അവളുടെ സന്തോഷം. അതുകൊണ്ടാ മുത്തശ്ശിയെ പോലും ഒറ്റയ്ക്കാക്കി അവൾ നിങ്ങളുടെ അടുത്ത് വന്ന് നിൽക്കുന്നത്. പക്ഷെ ഇന്ദിര, ഒരു പക്ഷിയുമില്ല. അന്ന് ശ്രേയയും നീയും തമ്മിലുള്ള വിവാഹം നടക്കാൻ പോയ ദിവസം അവളുടെ സങ്കടം ഞാൻ നേരിട്ട് കണ്ടതാ. എന്നിട്ടും നിനക്കൊന്നും മനസ്സിലാവുന്നില്ലെങ്കിൽ പറഞ്ഞിട്ട് കാര്യമില്ല. എന്താ ഗംഗ, എന്താ നിനക്ക് പറ്റിയത്? നീ ഈ ഡ്രസ്സിലാണോ കല്യാണത്തിന് വരുന്നത്? അതെ. എന്താ മഹേട്ടാ? വിവാഹത്തിന് ഉടുക്കാൻ ഞാൻ വാങ്ങി തന്ന സാരി എവിടെ? നിനക്കത് ഇഷ്ടമായില്ലേ? ഇഷ്ടായില്ലേന്നോ? ഒരുപാട് ഇഷ്ടായി. പിന്നെന്താ അത് ഉടുക്കാത്തത്? എന്റെ ജീവിതത്തിൽ തന്നെ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ നിധി അത്. മഹേട്ടൻ ആദ്യമായിട്ട് എനിക്ക് വാങ്ങിത്തന്ന സമ്മാനം. അത് ഞാൻ എനിക്ക് ഏറ്റവും സന്തോഷമുള്ള ദിവസം ഉടുക്കാൻ വേണ്ടി മാറ്റിവെച്ചിരിക്കാം.
ഉറങ്ങുന്നവരെ ഉണർത്താം, ഉറക്കം നടിക്കുന്നവരെ ഉണർത്താൻ സാധിക്കില്ല മഹി. നിനക്ക് ഗംഗയോട് യഥാർത്ഥ സ്നേഹം ഉണ്ടെങ്കിൽ നീ അവളെ വിവാഹം കഴിക്കാൻ വേണ്ടത്. ഹായ് മഹി. ഹായ്, ഞാൻ നകുൽ, ഒരു ഫോട്ടോഗ്രാഫറാ. ഞങ്ങൾ ഒരുപാട് നേരമായി കാത്തിരിക്കുന്നു. വരൂ വരൂ, അകത്തേക്ക് വരൂ. ഓം നമ ശിവായ. ഓം നമ ശിവായ. ഓം നമ ശിവായ. വലിയ ശിവഭക്തനാ. നല്ല കാര്യം. അപ്പോ നമ്മുടെ ഗംഗയ്ക്ക് പറ്റിയ ആള് തന്നെയാ. വരൂ, അകത്ത് കയറിയിരുന്ന് സംസാരിക്കാലോ. വരൂ വരൂ. വരൂ, വരൂ, ഇരിക്കൂ. ഇരിക്കൂ. ഇതാണ് നകുൽ, നമ്മുടെ ഗംഗയെ കാണാൻ വന്ന പയ്യൻ. ഇത് നകുലിന്റെ അമ്മ ലളിത. നമസ്കാരം. നമസ്കാരം. ഇവിടെ ഉള്ളവരെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇതാണ് വിശ്വനാഥൻ, അത് ദേവയാനി. അപ്പുറത്തുള്ളത് ദേവയാനിയുടെ നാത്തൂൻ ഹൈമവതി. ഹൈമവതിയുടെ മോൾ ശ്രേയയാ മഹി കല്യാണം കഴിക്കാൻ പോകുന്നത്. നകുലിന് മഹി അറിയാലോ. ലളിത ആദ്യമായിട്ടല്ലേ കാണുന്നത്. അടുത്ത് പരിചയപ്പെടാൻ ഇനി ഒരുപാട് സമയം കിടക്കുകയല്ലേ. നകുൽ എന്ത് ചെയ്യുന്നു? എന്ത് ചെയ്യുന്നില്ല എന്ന് ചോദിക്കുന്നതാ നല്ലത്. ആളൊരു സകലകലാ വല്ലഭനാ. അറിയാൻ പാടില്ലാത്തതായിട്ട് ഒന്നുമില്ല. ഹേയ്, അങ്ങനൊന്നുമില്ല. അതൊക്കെ രാജേട്ടൻ വെറുതെ പറയുന്നേ. വെറുതെ ഒന്നുമല്ല, സത്യം തന്നെയാ രാജൻ പറഞ്ഞത്. അല്ലെങ്കിലും അറിവുള്ളവരങ്ങനെയാ. എന്തൊക്കെ ഉണ്ടെങ്കിലും ഇല്ലെന്നേ പറയൂ. അതെ, നകുലിനെ കാണുമ്പോഴേ അറിയാം നല്ല വിവരവും വിവേകവും ഉള്ള ആളാണെന്ന്. അല്ല, മഹി എന്താ ഒന്നും മിണ്ടാത്തെ? ഏയ്, ഒന്നുമില്ല. അല്ല, ഗംഗ എവിടെ? കുട്ടിയെ കാണാൻ എനിക്ക് ധൃതിയായി. അത്രയ്ക്ക് ഇവര് ഗംഗയെ കുറിച്ച് വർണ്ണിച്ചത്. ഗംഗ റെഡിയാവാ, ഇപ്പൊ വരും. ഞാൻ വിളിച്ചോണ്ട് വരാം. ഇന്ന് നിന്നെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയൊക്കെ ഉണ്ട്.
ഇതുവരെ കഴിഞ്ഞില്ലേ? ദേ കഴിഞ്ഞു അമ്മേ. അവരൊക്കെ വന്നോ? ആ വന്നു. ഞാൻ ഗംഗയെ കൂട്ടിക്കൊണ്ടു പോവാൻ വന്നതാ. നിന്റെ മുഖത്തെന്താ തെളിച്ചമില്ലാത്തെ? ചിരിക്കടി. ചെക്കൻ എങ്ങനെയുണ്ടമ്മേ? നല്ല മിടുക്കൻ ചെക്കൻ, സുന്ദരൻ. ഇവള് സ്വപ്നത്തിൽ പോലും വിചാരിച്ചാ കിട്ടാത്ത അത്രയും മിടുക്കൻ. കേട്ടോ ഗംഗ? അതേ മോളെ, ദേ ഗംഗയ്ക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ പയ്യനെ ഇഷ്ടപ്പെടും. അത്രയ്ക്ക് ഗ്ലാമറാ. നീ ശരിക്കും ലക്കിയാണ് ഗംഗ. അമ്മ പറഞ്ഞത് കേട്ടില്ലേ? നിന്നെ പോലൊരു പെണ്ണിന് സ്വപ്നം കാണാൻ പോലും പറ്റാത്തൊരു ബന്ധമാണെന്ന്.